പ്രിയ, യഹ്യ സിൻവാറിൻ്റെ വധത്തോടുകൂടി ഹമാസ് ഏതാണ്ട് നേതൃത്വമില്ലാണ്ട് ഉഴലുകയായിരുന്നു. ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ പണത്തിനും ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഹമാസ് എന്ന് പറയുന്ന സംഘടന, ഭീകര സംഘടന ഏതാണ്ട് തീർന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. അഷാർക്ക് അൽ അസ്വാദ് എന്ന് പറയുന്ന മാധ്യമമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ വലിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്രാസ് റൂട്ടിൽ വരെയുള്ള ഇതിൻ്റെ സംവിധാനമാണ്. ആ സംവിധാനം അപ്പാടെ തകർന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ നേതൃനിര ആകപ്പാടെ തന്നെ മുൻനിര നേതാക്കൾ അവരെല്ലാം തന്നെ കൊല്ലപ്പെട്ടു. അതിൽ യഹ്യ സിൻവാറുണ്ട്, ഇബ്രാഹിം അക്യുനുണ്ട്, ഈ പറയുന്ന ഇസ്മയിൽ ഹനിയുണ്ട്. അങ്ങനെ എത്രയോ നേതാക്കൾ, ഇവരുടെ ആൾക്കാർ കൊല്ലപ്പെട്ടു. ഭീകരന്മാരെല്ലാം തന്നെ വധിക്കപ്പെട്ടു ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ. അങ്ങനെ വന്നതോടുകൂടി തന്നെ ഇവരുടെ ഈ പറയുന്ന നേതാക്കളുടെ കയ്യിലാണ് സാമ്പത്തിക സ്രോതസ്. അതായത് താഴെയുള്ളവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ വേറെ സംഘടന ഉണ്ടാക്കും എന്നുള്ള പേടി കൊണ്ട് ഇവർ ഈ പറയുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ, ഇവരുടെ ഇടപാടുകൾ, ഇവർ പണം ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള ഒരു വിവരങ്ങളും ഈ പറയുന്ന താഴെയുള്ള ആൾക്കാർക്ക് കൊടുത്തില്ല. പക്ഷേ ഈ നേതൃനിരയൊക്കെ വിചാരിക്കാത്ത സമയങ്ങളിലാണ് കൊല്ലപ്പെട്ടത്. യഹ്യ സിൻവാർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇയാൾ ഈ പറയുന്ന ഒളിച്ചൊളിച്ച പല സ്ഥലങ്ങളിലും, അതായത് യുദ്ധം കഴിഞ്ഞ മേഖലകളിലേക്ക് ഒളിച്ചു പോവുകയാണ് യഹ്യ സിൻവാർ ചെയ്തത്. തുരങ്കങ്ങൾ വഴി. അതായത് ഗാസയിൽ ചെറിയ സ്ഥലമാണെങ്കിലും അതിൻ്റെ ആ സ്ഥലത്തിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതമാണ്. ആ സ്ഥലത്തിൻ്റെ ഇരട്ടി അടിയിൽ തുരങ്കമാണ് എന്നുള്ളതാണ്. കാരണം അവിടുത്തെ സാധാരണക്കാർക്ക് ഒരു കക്കൂസ് പോലും കുത്താൻ പറ്റില്ല. നേരെ തുരങ്കത്തിലായിരിക്കും ചെന്ന് ഇറങ്ങുന്നത്. അത്ര രീതിയിലുള്ള തുരങ്കങ്ങളൊക്കെ കുഴിച്ചാണ് ഇവരുടെ സഞ്ചാരം. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിൽ വലിയ രീതിയിൽ യുദ്ധം കഴിയുമ്പോഴത്തേക്കും അവിടേക്ക് മാറും. യുദ്ധമുള്ള മേഖലയിലല്ല, യുദ്ധമില്ലാതെ യുദ്ധം തീർന്ന മേഖലയിലേക്ക് മാറും. അപ്പോൾ അവിടെ ആക്രമണം ഇല്ലല്ലോ, അവിടെ പോയി രക്ഷപ്പെടും. പക്ഷേ ഇസ്രയേലിൻ്റെ മൊസാദ് കൃത്യമായി യഹ്യ സിൻവാറിനെ കണ്ടെത്തിയത് അങ്ങനെയുള്ള ഒരു മേഖലയിലാണ്. എന്നിട്ട് അവിടെ ആക്രമണം നടത്തി പിടിച്ചു. ഡ്രോൺ ഉപയോഗിച്ച് ആളിനെ കൺഫേം ചെയ്തിട്ട് കൃത്യമായി മിസൈൽ അടിച്ച് ആളിനെ കൊന്നു. അവിടെ ഈ പറയുന്ന യഹ്യ സിൻവാർ അടക്കമുള്ള ഭീകര നേതാക്കൾ മരിച്ചതോടുകൂടി തന്നെ ഇവരുടെ സാമ്പത്തിക സ്രോതസ് വലിയ രീതിയിൽ തടയപ്പെട്ടു. ഹമാസ് ഭീകരവാദികൾക്ക് വേതനം നൽകാനായിട്ടുള്ള പണം പോലും ശമ്പളമുണ്ട്. അതായത് ശമ്പളം കൊടുത്താണ് ഇവർ നിലനിർത്തുന്നത്. നമുക്കറിയാമല്ലോ, കാശ്മീരിൽ കല്ലേറുണ്ടാകുമായിരുന്നു പട്ടാളത്തിന് നേരെ കല്ലേറ്. നോട്ട് നിരോധനം വന്നല്ലോ, അത് സ്വിച്ച് ഇട്ട പോലെ നിന്നു. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഓരോ ദിവസവും കല്ലെറിയുന്നതിന് 500 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ചുമ്മാ പോലീസിന് നേരെ പട്ടാളത്തിന് നേരെ കല്ലെറിയുക, തിരിച്ച് വീട്ടിൽ വരിക. പക്ഷെ പെല്ലറ്റൊക്കെ വെച്ച് നല്ല ആടിയെ കൊടുത്തായിരുന്നു. നമുക്ക് അങ്ങനെ ഒന്ന് ഒതുങ്ങിയിരുന്നപ്പോഴത്തേക്ക് നോട്ട് നിരോധനം വന്ന പൈസ കൊടുക്കാനില്ലാതായതോടുകൂടി തന്നെ ഭീകര ഈ പറയുന്ന പോലീസിന് പട്ടാളത്തിന് നേരെ കല്ലെറിയുന്ന അങ്ങ് നിന്നു. സ്വിച്ചിട്ട പോലെ നിന്ന ടക്കനായിരുന്നത്. അതുപോലെ തന്നെ ഭീകരവാദത്തിന് വലിയ രീതിയിലുള്ള പണം വേണം. പണമില്ലെങ്കിൽ ഭീകരവാദം പ്രവർത്തിക്കില്ല. അതാണ് ഈ ഓയിൽ മണി മൊത്തം വരുന്നത് ഭീകരവാദത്തിലേക്കാണ്. ഈ വരുന്ന ഭീകരവാദത്തിലെത്തുന്ന മുഴുവൻ പണത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഓയിൽ മണിയാണ്. ആ പണങ്ങൾ പോലും ഇപ്പോൾ എത്തുന്നില്ല. അത്തരത്തിലുള്ള പിന്തുണ ഇവർക്ക് കിട്ടുന്നില്ല. അതായത് ഈ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ആശയത്തിന് ഉപരി പണമാണ് അവിടെ കളിക്കുന്നത്. തീർച്ചയായും പണം മാത്രമാണ് കളിക്കുന്നത്, വേറൊന്നുമല്ല. അല്ലാതെ എന്താ, ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ആൾക്കാർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല, യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ടല്ലേ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ഹമാസിനെതിരെ തിരിഞ്ഞ് പ്രക്ഷോഭം നടത്തുന്നത്. ഈ പറയുന്ന ഗാസയിലേക്ക് എത്തുന്ന ഭക്ഷണവും മരുന്നുമൊക്കെ ഹമാസ് പിടിച്ചെടുത്തിട്ട് അവർ പൈസയ്ക്ക് വിൽക്കുക ചെയ്യുന്നത്. അതായത് സൗജന്യമായിട്ട് ഇസ്രായേൽ കൊടുക്കുന്ന ഭക്ഷണവും മരുന്നും ഈ UN ആൾക്കാരെ സ്വാധീനിച്ചു അതിൻ്റെ ഇടയിൽ ഇടപെട്ടും ഒക്കെ ഇവർ പിടിച്ചെടുത്തതിന് ശേഷം ആൾക്കാർക്ക് പൈസയ്ക്ക് വിൽക്കും. ഇത് നേരിട്ട് ആരെങ്കിലും പോയി UN വിതരണം ചെയ്യുന്നിടത്ത് നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവരെ വെടിവെച്ച് ഓടിക്കുകയാണ് ഈ പറയുന്ന ഹമാസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടെ 900 ഷക്കൽസ് മാത്രമാണ് ഈ ശമ്പളമായിട്ട്, വേതനമായിട്ട് ഈ ഭീകരർക്ക് ഹമാസിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 21,317 രൂപയാണ് ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് 4 മാസത്തിനിടെ. അതായത് ഇവർക്ക് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെ ഇവർക്ക് ഫണ്ടിങ് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഫണ്ടിങ് വരാറുണ്ടല്ലോ. അതെ, ആ ഫണ്ടിങ് തകർന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. അതായത് ഈ ഫണ്ടിങ് കിട്ടാത്തത് കൊണ്ട് ഇവരുടെ അംഗങ്ങളായി ഹമാസിൻ്റെ അംഗങ്ങളായ തീവ്രവാദികൾ യുദ്ധമേഖലയിൽ നിന്ന് പിന്മാറാൻ തുടങ്ങി. വലിയ രീതിയിലുള്ള പിന്മാറ്റമാണ് ഇവരുടെ അടുത്ത് നിന്ന് വരുന്നത്. ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത പിന്മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും വലിയൊരു പ്രതിസന്ധിയാണ് ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. കാരണം മറ്റ് പല രാജ്യങ്ങളും ഈ ഹമാസിൻ്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തരല്ല, ഈ പറയുന്ന ഫണ്ട് ചെയ്യുന്ന ആൾക്കാർ പലരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ നന്നായിട്ട് പോരാടുകയും കൃത്യമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുകയും ഈ പറയുന്ന അമേരിക്കയ്ക്കെതിരെ നിൽക്കുകയും ഹൂതികളൊക്കെ ചെയ്യുന്നുണ്ട്.
അങ്ങനെ ചെയ്യുന്ന ഹൂതികളൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവർക്ക് പൈസ കൊടുക്കേണ്ടത് എന്തിനാന്നുള്ളൊരു ചിന്തയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെറുതെ ഇനി കിടന്ന് തീവ്രത അത്ര പോരാ. തീവ്രത അത്ര പോരാ. ഇവിടെ കിടന്ന് അടിച്ചിട്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. യുവമാർ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു ഗ്രൂപ്പാണെന്ന് മനസ്സിലായി. ഹമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നേതാക്കളുടെയും ഈ ഹമാസ് അംഗങ്ങളുടെയും കാര്യം മാത്രമാണ്, അവിടുത്തെ ജനങ്ങളുടെ യാതൊരു കാര്യവും നോക്കുന്നില്ല എന്ന് ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടതോടുകൂടി ഇവർക്കുള്ള ഫണ്ടിങ് അങ്ങ് വെട്ടിച്ചുരുക്കി. പിന്നെ ഫണ്ടിങ് ഇവർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എത്തുന്നത് പല രാജ്യങ്ങൾ വഴി, ഇപ്പോൾ ഈജിപ്റ്റ് വഴി എത്തുന്നുണ്ട്, സിറിയ വഴി എത്തുന്നുണ്ട്, ലെബനൻ വഴി ഈ രാജ്യങ്ങളിലൂടെയൊന്നും ഇവർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. കാരണം അങ്ങനെ എത്തുന്ന പണം പോലും ഈ പറയുന്ന ഇസ്രായേൽ ഇടപെട്ട് തടയാൻ തുടങ്ങി. അത് കൊണ്ടുവരാനുള്ള ഇവരെ മൊത്തത്തിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. അങ്ങനെ ഒരു പ്രശ്നവും കൂടെ ഇവിടെ ഉണ്ടായി. യുദ്ധത്തിൻ്റെ ഏകോപനം അങ്ങ് നശിച്ചു. ഹമാസിൻ്റെ നേതാക്കൾ കൊല്ലപ്പെടുകയും പണത്തിൻ്റെ വരവ് നിൽക്കുകയും ചെയ്തതോടുകൂടി ഇവരുടെ ഏകോപനം അങ്ങ് സ്തംഭിച്ചു പോയി. നേതൃത്വത്തിൻ്റെ അഭാവം ഈ പറയുന്ന അംഗങ്ങളുടെ, ഈ ഭീകരന്മാരുടെ പിന്മാറ്റത്തിന് കാരണമാണ്. കാരണം ഇവരെ നയിക്കാൻ ആരുമില്ല, ഇവർക്ക് കൃത്യമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അങ്ങനെ വന്നതോടുകൂടി ഈ ഹമാസിൻ്റെ പ്രവർത്തനം വലിയ രീതിയിൽ താളം തെറ്റുക മാത്രമല്ല ഉണ്ടായത്, ഇവർക്ക് പണത്തിലായിരുന്നു കണ്ണ് ഈ ഭീകരപ്രവർത്തനത്തെ. പക്ഷേ ഈ പണം കിട്ടാതെ വന്നതോടുകൂടി ഇവർക്ക് ആശയമൊന്നുമില്ല, ആശയപരമായിട്ട് പ്രത്യേകിച്ചൊരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ഇതങ്ങ് തകരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ തകർച്ചയുടെ തുടക്കം. അതിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഈ പറയുന്ന ഹമാസിൻ്റെ ഇൻ്റലിജൻസ് വിങ് ഉണ്ടായിരുന്നു, മറ്റ് രാജ്യങ്ങളിലേക്കുള്ളത്, പിന്നെ ഈ ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ അറിയാനുള്ള ഈ ഇൻ്റലിജൻസ് വിങ് അപ്പാടെ തകർന്നു. ഇതിൽ ഈ പറയുന്ന ഇസ്രായേലിൽ നിന്ന് ഇവർക്ക് സഹായം ചെയ്തിട്ടുള്ള ചില വ്യക്തികളും സംഘടനകളും ഉണ്ടായിരുന്നു. ഇവരപ്പാടെ കൊണ്ട് തിരിഞ്ഞു. ഇവരാരും ഇപ്പം ഈ പറയുന്ന ഹമാസിനെ സഹായിക്കാൻ തയ്യാറില്ല. കാരണം പലപ്പോഴും ഇസ്രായേലിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ കൊണ്ടുവന്ന് ഹമാസിന് കൊടുക്കുന്നവരെ തന്നെ ഹമാസ് തട്ടാൻ തുടങ്ങി. മിക്കവാറും ജൂതന്മാരായിരിക്കുമല്ലോ ചാരപ്പണി ചെയ്യുന്നത്, അല്ലെങ്കിൽ ജൂതന്മാരിൽ ആരെങ്കിലും പിടിച്ചിട്ടായിരിക്കും ഒരു ചാരപ്പണി ചെയ്യിക്കുന്നത്. അവരെ തന്നെ ഇവർ തട്ടാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഈ മേഖലയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന സംഘടനകൾക്ക് എന്തെങ്കിലും തരത്തിൽ അവർ ഗാസയിലേക്കോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിലേക്കോ കടന്നു ചെല്ലുമ്പോൾ ഇവർ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഹമാസിലുള്ള വിശ്വാസം പല ഓർഗനൈസേഷൻസിനും നഷ്ടപ്പെട്ടു. ഇവർ സ്വന്തം പണം കൊണ്ട്, അതായത് യഹ്യാ സിൻവാർക്ക് പണം കൂട്ടി വെച്ചിട്ട് സ്വന്തം കുടുംബത്തിനെ കൊണ്ട് രക്ഷപ്പെടാൻ നോക്കിയവരാണ്. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹിം അക്കിലും അത് തന്നെയാണ് ചെയ്തത്. ഇഷ്ടം പോലെ പണമായിരുന്നു. ഇവർ പണം വിദേശത്തൊക്കെ നിക്ഷേപിച്ചും അങ്ങനെയൊക്കെ പോകാൻ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ നോക്കിയൊക്കെ നിൽക്കുമ്പോഴാണ് ഈ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് പലർക്കും വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. ഇവർ സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതായത് സാധാരണ ജനങ്ങൾക്ക് നേരെ വെടിവെക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നായിരുന്നു. അവർക്ക് ആരിഫ് ഹുസൈൻ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ ഭക്ഷണം വാങ്ങിക്കാൻ നിൽക്കുന്ന ഒരാൾ ഭക്ഷണം വാങ്ങിക്കരുതെന്ന് ഈ പറയുന്ന ഹമാസ് തീവ്രവാദി പറയുന്നു. ഇയാളത് കേൾക്കാതെ നിന്നുകൊണ്ട് ഇയാളുടെ നേരെ വെടിവെച്ചു. അയാളുടെ കാലിന് പരിക്കേറ്റതായിട്ടുള്ള ഒരു വീഡിയോ, അവർ ഈ പറയുന്ന ഹമാസിനെ ചീത്ത വിളിക്കുന്ന വീഡിയോ വെളിയിൽ വന്നിരുന്നു. ഈ വിദേശ ബന്ധത്തിനുള്ള സകല പാതകളും അടഞ്ഞതുകൂടിയാണ് ഇവരുടെ ഏറ്റവും വലിയ തിരിച്ചടിക്ക് കാരണം. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ ഇവർക്കെതിരാവാനുള്ള കാരണം ഈ ഹമാസ് തീവ്രവാദികൾ, ഇവർക്കിപ്പോൾ നേതൃത്വമില്ല, ഇവർക്ക് യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങൾ കിട്ടുന്നില്ല, നേരെ ആയുധങ്ങൾ കിട്ടുന്നില്ല, പണം കിട്ടുന്നില്ല, ഇവർക്ക് ഈ പറയുന്ന ആസ്വാദനത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ ഹമാസ് തീവ്രവാദികൾക്ക് സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുക, അതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഇല്ലെങ്കിൽ ലഹരി വസ്തുക്കളോ ഒന്നും തന്നെ ഇവർക്ക് ലഭിക്കാതായപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആശുപത്രികളിൽ അഭയം പ്രാപിച്ചു. എന്നിട്ട് ഈ പറയുന്ന ആരോഗ്യ പ്രവർത്തകരെയൊക്കെ ഭീഷണിപ്പെടുത്തി ആശുപത്രികളിൽ ഒളിച്ചു കഴിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോൾ കൃത്യമായിട്ട് ഇസ്രായേലിന് മനസ്സിലായി ഇന്ന സ്ഥലത്ത് ഇവരുണ്ട് എന്നുള്ളത്. അപ്പോൾ ആശുപത്രിയുടെ പ്രദേശത്ത് സ്വാഭാവികമായിട്ടും വാണിംഗ് കൊടുത്തിട്ട് ഇവർ ബോംബ് ചെയ്യും. അല്ലാതെ ഈ തീവ്രവാദികളെ കൊല്ലാൻ പറ്റില്ലല്ലോ. അവരുടെ പട്ടാളക്കാർക്ക് കമാൻഡോ ഓപ്പറേഷൻ നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളല്ല ഇതൊന്നും. അങ്ങനെ ബോംബ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഗാസയിലെ ഈ ഡെത്ത് ടോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ തരത്തിലുമുള്ള ഹ്യൂമൻ ഷീൽഡ്, മനുഷ്യ കവചം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഹമാസ് തീവ്രവാദികൾ ഈ പറയുന്ന ഇസ്രായേൽ സൈന്യത്തിനെ, പ്രതിരോധ സേനയെ ആക്രമിക്കുന്നതും പ്രതിരോധിക്കുന്നതും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സാധാരണ ആൾക്കാർ കൊല്ലപ്പെടും. അതിൻ്റെ പഴി ഇസ്രായേൽ കേൾക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്നതാണ് കുട്ടികൾ മരിക്കാൻ പോകുന്നു, ഇതാ പ്രശ്നം ഉണ്ടാകുന്നു. പക്ഷേ ഈ പറയുന്ന ഹമാസിന് വേണ്ടിയിട്ടും ഗാസയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടും കരയുന്നവർ ഈ പറയുന്ന ഉക്രൈന് വേണ്ടിയിട്ട് കരയുന്നില്ല, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കരയുന്നില്ല. അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്.